ഹായ് ഫ്രണ്ട്സ്, വ്യത്യസ്തം നിറഞ്ഞ കാഴ്ചകളുമായി ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ചകൾ യൂറോപ്പിലെ ചെറു നഗരമായ ലുബക് നഗരത്തിലേക്കാണ്. പ്രധാന നഗരമായ ഹാംബൂർഗിൽ നിന്നും 68 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ലുബക്. 14-ാം നൂറ്റാണ്ട് വരെ നോർത്തേൺ യൂറോപ്പിൻ്റെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ലുബക്. വെറും 24,000 മാത്രം ഇന്ന് ജനസംഖ്യയുള്ള ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മറ്റു നഗരങ്ങളെപ്പോലെ തന്നെ യൂറോപ്പിൻ്റെ സൗന്ദര്യമായ ട്രേവ് ആൻഡ് വേക്നിറ്റ്സ് നദി ഈ നഗരത്തിനു ചുറ്റുമായി ഒഴുകുന്നു. 18-ാം നൂറ്റാണ്ട് വരെ ഫ്രഞ്ച് ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. ഇന്ന് കൂടുതലും ഗ്രാമപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നഗരം ശാന്തവും വളരെ സുന്ദരവുമായ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ പ്രദേശങ്ങൾ പലതും തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ ജനതയുടെ ആത്മവീര്യം ഈ നഗരത്തെ വീണ്ടും പുനഃസൃഷ്ടിച്ചെടുക്കുന്നതിൽ നിർണായകമായി. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യമുള്ള നഗരങ്ങളിൽ ഒന്നായി ഇന്ന് ലുബക് മാറിക്കഴിഞ്ഞു. എന്നാൽ ഏറിയ കച്ചവട പ്രാതിനിധ്യം ഇന്ന് ഈ നഗരത്തിന് ഇല്ല എങ്കിലും ഇവിടെ വളരെ സമാധാനവും സ്വസ്ഥവുമായി ഒരു കൂട്ടം ഗ്രാമീണർ ജീവിച്ചു പോകുന്നു. ഏറിയ പങ്കും ഗ്രാമങ്ങൾ ആയതുകൊണ്ട് തന്നെ ഗ്രാമീണ സൗന്ദര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. യൂറോപ്യൻ വാസ്തുവിദ്യ ശൈലിയിലുള്ള വീടുകളാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്ന്. ഉയർന്ന മേൽക്കൂര ഉള്ളതും മഞ്ഞുവീഴ്ചയെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള ഇവിടുത്തെ വീടുകൾ ആരെയും ആകർഷിക്കുന്നു. വാഹനങ്ങളെ അമിതമായി സ്നേഹിക്കുന്ന ഇവിടെ എല്ലാ വീടുകളിലും 2-ലധികം വാഹനങ്ങൾ സർവ്വസാധാരണമാണ്. ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ വാസ്തുവിദ്യ ശൈലികളിലുള്ള വീടുകൾ നമുക്ക് ഈ യാത്രയിൽ നിരവധി കാണാം. വളരെ മനോഹരമായി വീടും വീടിന് ചുറ്റും ചെറിയൊരു മുറ്റവും ഒക്കെ ഒരുക്കിയിരിക്കുന്നു. ഇത്തരം ഗ്രാമപ്രദേശങ്ങൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക വൃത്തിയുടെ കാര്യത്തിലാണ്. ഇവിടെ ഈ വീഡിയോയിൽ ആപ്പിൾ മരങ്ങൾ പോലും നമുക്ക് കാണാവുന്നതാണ്. ഓരോ യൂറോപ്യൻ പ്രദേശവാസികളും തങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പരിസരവും എത്ര മനോഹരമായി സൂക്ഷിക്കുന്നു എന്ന് ഈ വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നു. ഒരു വർഷത്തിൽ ശരാശരി 8 മാസവും മൂടൽമഞ്ഞ് പതിവായുള്ള സ്ഥലമാണ് ഇത്. പ്രധാന റോഡിന് സമീപത്തായി വീടിന് പ്രധാന കവാടവും ചെറിയൊരു മുറ്റവും ഉണ്ടാവും. അതിന് പിറകിലായി ഇവരുടെ കൃഷിസ്ഥലവും. ഇതാണ് യൂറോപ്യൻ ഗ്രാമങ്ങളിലെ സ്ഥിരം കാഴ്ചകൾ. വീടിന് ചുറ്റുമുള്ള മുറ്റവും വളരെ അതിമനോഹരമായി അവർ കാത്തുസൂക്ഷിക്കും. പ്രദേശത്ത് കാണുന്ന ഈ വലിയ കെട്ടിടമാണ് ഓൾഡ് ഏജ് ഹോം. എല്ലാ യൂറോപ്യൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സ്ഥിരം കാഴ്ചയാണ് ആ പ്രദേശത്ത് പ്രായമായവർക്ക് താമസിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇത്തരം ഓൾഡ് ഏജ് ഹോമുകൾ. മലയാളികളടക്കം നിരവധി ആളുകൾ ഇത്തരം ഓൾഡ് ഏജ് ഹോമുകളിൽ ജോലി ചെയ്യുന്നു. യൂറോപ്പിൻ്റെ പ്രാചീനതയിൽ ഉറച്ചു നിന്നുള്ള വികസനമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വർഷത്തിൽ ഏറിയ പങ്കും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇവിടെ വർഷത്തിൽ വളരെ ചുരുക്കമായി ലഭിക്കുന്ന സൂര്യപ്രകാശം
ഉപയോഗിച്ച് ഇവിടുത്തെ ആളുകൾ കൃഷി രീതികൾ പ്ലാൻ ചെയ്യുന്നു. യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മനിയിലെ പാലുൽപാദനത്തിൽ ഈ ഗ്രാമം മികച്ചു നിൽക്കുന്നത് ഇങ്ങനെയാണ്. കൃഷിയെയും കൃഷി രീതികളെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത ഇവിടെയും ഉണ്ട് എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നിട്ടും ഇന്ന് പലതിനും പ്രധാന നഗരങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. വ്യത്യസ്തം നിറഞ്ഞ വൈവിധ്യ കാഴ്ചകൾ ശേഷം ഞങ്ങൾ തിരികെ വാഹനം കയറുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. വ്യത്യസ്തം നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.